പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-6 വാക്യങ്ങൾ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളിലുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങളുടെ നടപ്പ് ദിവ്യഗ്രഹമില്ലാത്തതുമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നവൻ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? നമുക്ക് ധൈര്യത്തോടെ പറയാം നമുക്ക് ധൈര്യത്തോടെ പറയാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യം, എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ് ഈ പകലിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. 5-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ലോകത്തിലുള്ള പലരും നമ്മെ കൈവിട്ട് ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇന്നലകളിൽ നമ്മോട് കൂടെ നിൽക്കാം, നമ്മെ തുണ ചെയ്യാം, നമ്മോട് പലവിധമായ വാഗ്ദാനങ്ങൾ ചെയ്ത് അന്ത്യം വരെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ ആപത്തുകളിൽ ഞാൻ നിന്റെ കൂടെ കാണാം. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് വേണ്ടി ഒത്തിരി അധികം സഹായം ചെയ്തിട്ടുള്ളവരാണ്. നമ്മുടെ ജീവിത ശൈലിയിൽ അവരുടെ അപകടങ്ങളിൽ നാം കൂടെ നിന്ന് കരം പിടിച്ച് അവരെ താങ്ങി അവരെ ആശ്വസിപ്പിച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നിന്ന് നാളുകളിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നാം പ്രതീക്ഷിച്ച അനേകർ നമ്മുടെ ചുറ്റും കാണാം. ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറ്റവും അടുത്തിരുന്നവർ, ഒരു നിമിഷം പോലും നമ്മെ വിട്ടു പോകുകയില്ല എന്ന് നാം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തവർ. പക്ഷെ സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറി മറിഞ്ഞ് ആവശ്യങ്ങളുടെ മധ്യേ അല്ലെങ്കിൽ നമ്മുടെ അപകടത്തിന്റെ മധ്യേ ആരുമില്ലാതെ പ്രത്യേകാൽ നാം ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മുടെ കൂടെ കാണുമെന്ന് ചിന്തിച്ചവർ പോലും നമ്മെ അകന്നു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതാണ്, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല. എല്ലാവരും കൈവിടട്ടെ, എല്ലാവരും നിന്നെ ഉപേക്ഷിക്കട്ടെ, പക്ഷെ നീ ദിവ്യാഗ്രഹമില്ലാതെ, പണത്തോട് നിനക്ക് ആഗ്രഹമില്ലാതെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് നീ ദൈവത്തിൽ ശരണം പ്രാപിക്കുകയാണെങ്കിൽ ദൈവം പറയുകയാണ്, നിശ്ചയമായി ഞാൻ നിന്നെ നടത്തുവാൻ പോറ്റുവാൻ ശക്തനായ ഒരു ദൈവമാണ്. നോക്കണമേ, നമ്മോട് കൂടെ എല്ലാവരും കൈവിട്ടു പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ സിറ്റുവേഷൻസിലും ദൈവം പറയുന്ന പൈസ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ അനുഗ്രഹം ഉള്ളപ്പോൾ കൂടെ ഇരിക്കുന്ന ദൈവമല്ല, നിങ്ങളുടെ അപകടത്തിന്റെ വേളയിൽ ആ കൂടെ ഇരിക്കുന്ന ദൈവം. ഒന്നുകൂടെ വ്യക്തമാക്കി ആഴമാക്കി ഞാൻ പറയുവാൻ ആഗ്രഹിക്കാം. നോക്കണമേ, ദൈവം ഇറങ്ങി വന്ന സാഹചര്യങ്ങളൊന്ന് നോക്കണമേ. എബ്രായ ബാലന്മാർ തീയുടെ നടുവിൽ ഇറങ്ങി വന്നപ്പോഴാണ്, അവർ വീണപ്പോഴാണ് അതിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അപകടത്തിന്റെ വേളകളിലാണ് ദൈവത്തെ നമുക്ക് കൂടുതലായി കാണുവാനും പ്രത്യക്ഷതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് എന്ത് ഭാഗ്യമാണെന്ന് നോക്കണമേ. നമുക്ക് ഈ ദൈവത്തെ, ഈ സത്യദൈവത്തെ, ഈ ഏക സത്യദൈവമാകുന്ന നമ്മുടെ യഹോവയെ നമുക്ക് ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ നമുക്ക് പിതാവിന്റെ അടുത്തിലേക്ക് നമുക്ക് ഓടിക്കയറുവാൻ, ഏത് സമയവും നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം നടത്തുവാൻ ശക്തനായ ആ ദൈവത്തെ നാം കൂട്ടുപിടിക്കുന്നത് എത്രയോ നല്ലതാണ്. ദൈവം നമ്മോട് കൂടെ എപ്പോഴുമുണ്ട്. ഒരു നാൾ നമ്മെ കൈവിടാത്ത ദൈവമാണ്. പക്ഷെ പലപ്പോഴും നമ്മളാണ് ദൈവത്തിൻ്റെതായ പ്രസൻസിൽ നിന്നും ഓടിപ്പോകുന്നതായി കാണാൻ കഴിയുന്നു. ആകയാൽ കർത്താവ് എനിക്ക് തുണ. ആരാണ് തുണ? ഈ ലോകത്തിലെ ആരുമല്ല, സാക്ഷാൽ ഈ ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും എല്ലാം സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ തുണ. ഞാൻ പേടിക്കുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എന്നെ തകർക്കുവാൻ വരുന്ന എത്ര വലിയ ശക്തികളാകട്ടെ, മാനുഷിക വാക്കുകളാൽ, മാനുഷിക ശക്തികളാൽ എന്നെ അടിച്ചമർത്തുവാൻ നോക്കുമ്പോൾ, പൈശാചിക മേഖലകൾ എൻ്റെ ശരീരത്തോട്, എൻ്റെ മാനസിക തലത്തോട്, എൻ്റെ സാമ്പത്തിക മണ്ഡലങ്ങളോട് പോരാടുമ്പോൾ അതിൻ്റെ നടുവിൽ എനിക്ക് പറയുവാൻ കഴിയുന്നു, എനിക്കൊരു ധൈര്യമുണ്ട്. കാരണം എൻ്റെ കൂടെ, എൻ്റെ തുണയായി എൻ്റെ ദൈവമുണ്ട്, എൻ്റെ യേശുവുണ്ട്. എന്നോട് ചേർന്ന് എത്ര പേർക്ക് ഈ പകൽ ആമേൻ പറയുവാൻ കഴിയും? നിങ്ങൾ ഈ സാഹചര്യത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൂതം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒറ്റപ്പെട്ട, നിങ്ങളുടെ ആ നിരാശയുടെ അവസ്ഥയിൽ നിന്ന്, നിങ്ങളുടെ ആ ഭാരത്തിന്റെ നടുവിൽ നിന്ന്, നിങ്ങളുടെ ആ പ്രയാസത്തിന്റെ നടുവിൽ നിന്നും ഇന്ന് ദൈവം നമ്മെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു ദിവസമാണ്. ഞാൻ ഉറപ്പായി ധൈര്യമായി വിശ്വസിക്കുന്നു, ഈ മെസ്സേജ് നിങ്ങളുടെയൊക്കെയോ ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഇന്ന് ബ്ലെസ്സിങ്സിന് കാരണമായി തീരാൻ
മാറാൻ കാരണമാണ്. ഒരു നിമിഷം ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഏകാന്തകളിൽ നിന്ന്, നിങ്ങളുടെ വേദനകളിൽ നിന്ന്, നിങ്ങളുടെ ഒറ്റപ്പെടങ്ങളിൽ നിന്നും, നിങ്ങളുടെ ആ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ഇന്ന് ദൈവം പൂർണ്ണമായി വിടുവിക്കുന്ന പകലാണ്. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ജനത്തെ, ഈ കർത്താവെ മാധ്യമത്തിലൂടെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും അവർ ഓവർകം ചെയ്യുന്നതിനായി സ്തോത്രം. അവരെ ദൈവം വിടുതലിൻ്റെ കരങ്ങൾ കർത്താവെ ഈ സമയം ഇറക്കി പൂർണ്ണമായി വിടുവിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം കർത്താവെ അവരിൽ നിന്ന് തൊടട്ടെ. ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഇപ്പോൾ ഇറങ്ങി വന്ന് കർത്താവ് ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാതെ അവരോട് ചേർന്ന് നിന്ന് കർത്താവെ അങ്ങ് അവരെ കർത്താവ് രൂപാന്തരപ്പെടുത്തി അങ്ങയുടെ മക്കളാക്കി, അങ്ങയുടെ പ്രിയ മക്കളാക്കി തീർക്കുന്നതിനായി സ്തോത്രം. സകല മാനവ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഭാരമുള്ളിൽ നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോടെടുത്തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോടെടുത്തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ.